നമസ്തേ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൽ വിശ്വകർമ്മ സൂക്ത പാഠന പദ്ധതിയിലേക്ക് സുസ്വാഗതം. കഴിഞ്ഞ മന്ത്രങ്ങളിൽ പറഞ്ഞതുപോലെ ഈ സൂക്തത്തിൻ്റെ 6ാമത്തെ മന്ത്രമാണ് നമ്മൾ പഠിക്കുന്നത്. 10ാം മണ്ഡലത്തിൽ 81ാമത്തെ സൂക്തത്തിലെ 6ാമത്തെ മന്ത്രമാണ് പഠിക്കുന്നത്. വിശ്വകർമ്മ ഭൗവനഃ ആണ് ഋഷി, വിരാട് തൃഷ്ടുപ്പാണ് ഛന്ദസ്, വിശ്വകർമ്മ തന്നെയാണ് ദേവത, ദൈവതമാണ് സ്വരം. എന്നുകൂടി പറയാം: വിശ്വകർമ്മ ഭൗവനഃ ഋഷി, വിരാട് തൃഷ്ടുപ് ഛന്ദഃ, വിശ്വകർമ്മ ദേവത, ദൈവത സ്വരഃ. ഇനി മന്ത്രത്തിലേക്ക് കിടക്കാം. ഓം വിശ്വകർമ്മൻ കവിശാവാവൃധാന സ്വയം യജസ്വ പൃഥിവീമുദ ദ്യാം മുഹ്യന്ധ്വന്യേ അഭിതോ ജനാസ ഇഹാസ്മാകം മഘവ സൂരിരസ്തു. ഓം വിശ്വകർമ്മൻ കവിശാവാവൃധാന സ്വയം യജസ്വ പൃഥിവീമുദ ദ്യാം മുഹ്യന്ധ്വന്യേ അഭിതോ ജനാസ ഇഹാസ്മാകം മഘവാ സൂരിരസ്തു. ഓം വിശ്വകർമ്മൻ ഹവിഷാവാവൃധാനഃ സ്വയം യജസ്വ പൃഥ്വീമുദ ദ്യാം മുഹ്യന്ധ്വന്യേ അഭിതോ ജനാസ ഇഹാസ്മാകം മഘവാ സൂരിരസ്തു. ഈ മന്ത്രത്തിൻ്റെ അർത്ഥം: വിശ്വകർമ്മൻ അല്ലയോ വിശ്വകർമാവേ, വിശ്വകർമ്മൻ അല്ലയോ വിശ്വകർമാവേ, ഹവിഷ പരമാണുരൂപിയായ ഹവിസ്സിനാൽ. ഈ യജ്ഞം സൃഷ്ടിയജ്ഞമാണ്. ആ സൃഷ്ടിയജ്ഞം ചെയ്യുന്ന വിശ്വകർമ്മ സ്വരൂപമായ ഭഗവാന്റെ ഹവിസ് എന്താണ്? യജ്ഞത്തിൽ ഹവിസ് അർപ്പിക്കുമല്ലോ. ആ ഹവിസ് എന്താണെന്നറിയാമോ? പരമാണുരൂപിയായ ഹവിസ്സിനാൽ. വാവൃധാനഃ വർദ്ധിതനായിക്കൊണ്ട് അങ്ങ് സ്വയം 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 എന്തു പറയാനാ? പൃഥ്വിം ഭൂമിയെയും പൃഥ്വിയെയും ഉദദ്യാം കൂടാതെ ദ്യുലോകത്തെയും യജസ്വ സംഗതമാക്കിയാലും അഭിതഃ ഞങ്ങൾക്ക് ചുറ്റുമുള്ള അന്യേ ജനാസഹ അന്യജനങ്ങൾ അഥവാ അജ്ഞരായവർ. അന്യജനങ്ങൾ എന്ന് പറഞ്ഞാൽ അഥവാ അജ്ഞരായവർ മുഹ്യന്തു മൂഢരായിരുന്നു കൊള്ളട്ടെ. എന്നാൽ സൂരിഹി എല്ലാം അറിയുന്നവനെ അവിടുന്ന് അസ്മാകം ഞങ്ങളുടെ മഖവ അസ്തു ഐശ്വര്യദാതാവായിട്ട് ഭവിച്ചാലും മാറിയാലും. വളരെ 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 ഗൗരവമായിട്ട് പറയുകയാണ്. ഞങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളെ ഈ ഭഗവാനോട് അടുപ്പിച്ച് ഞങ്ങൾക്ക് ഈ സൃഷ്ടിയുടെ ഈ രഹസ്യത്തെ മറനീക്കി തരുമ്പോൾ ഞങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാവും എന്ന് പറയാം. ഈശ്വരനെക്കുറിച്ചുള്ള ബോധമുണ്ടാവും, ഐശ്വര്യഭാവമുണ്ടാവും, ഈശ്വരഭാവം നമുക്ക് ലഭിക്കും എന്ന് പറയാം. ഒരിക്കൽ കൂടി ഞാൻ ഈ മന്ത്രം ചൊല്ലാം. ഓം വിശ്വകർമ്മൻ ഹവിഷാവാവൃധാനഃ സ്വയം യജസ്വ പൃഥിവീമുദദ്യാം മുഹ്യന്ധ്വന്യേ അഭിതോ ജനാസ ഇഹാസ്മാകം മഘവാ സൂരിരസ്തു. വിശ്വകർമ്മൻ അല്ലയോ വിശ്വകർമാവേ, ഹവിഷ പരമാണുരൂപിയായ ഹവിസ്സിനാൽ, വാവൃധാനഃ വർദ്ധിതനായിക്കൊണ്ടങ്ങ്, സ്വയം പൃഥ്വിയെയും ഉദദ്യാം കൂടാതെ ദ്വിലോകത്തെയും യജസ്വ സംഗതമാക്കിയാലും. പിന്നെയോ അഭിതഃ ഞങ്ങൾക്ക് ചുറ്റുമുള്ള അന്യേ ജനാസഹ അന്യജനങ്ങൾ അഥവാ അജ്ഞരായ ആളുകളുണ്ട്. മുഹ്യന്തു മൂഢരായിരുന്നു കൊള്ളട്ടെ. എന്നാൽ സൂരിഹി എല്ലാം അറിയുന്നവനെ, എനിക്കുള്ളവരും ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരും മൂഢരായിരിക്കാം, എന്നാൽ എല്ലാം അറിയുന്നവനെ അവിടുന്ന് അസ്മാകം ഞങ്ങളുടെ മഖവാ അസ്തു ഐശ്വര്യദാതാവായിട്ട് ഭവിച്ചാലും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു നമ്മുടെ ഈ വിശ്വകർമ്മ സൂക്തത്തിലെ 6ാമത്തെ മന്ത്രം കൂടി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ സൂക്തം പഠിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.